നമസ്കാരം. PK ലേണിങ്സിൻ്റെ PYQ സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ 2020 കേരള PSC വിവിധ പരീക്ഷകളിൽ ചോദിച്ച ഭരണഘടനാ സംബന്ധമായിട്ടുള്ള ചോദ്യങ്ങൾ പരിശോധിച്ച് വരികയായിരുന്നു. ഇന്ന് നമ്മൾ 5ാമത്തെ എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2020 ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, രാഷ്ട്രനയത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങൾ, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, മൗലിക കർത്തവ്യങ്ങൾ, പ്രസിഡൻറ്റ്, രാഷ്ട്രപതി, ഈ 3 ടോപ്പിക്കുകളിലായിട്ട് 2020 ചോദിച്ച ചോദ്യങ്ങളാണ് പരിശോധിക്കുന്നത്. ആദ്യ ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യം ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. അതിൽ ഒന്നാമത്തെ ചോദ്യം, നെയിം ദ ലെജിസ്ലേഷൻ ഇനാക്റ്റഡ് ഇൻ ഇന്ത്യ ടു അപ്ഹോൾഡ് ദ സ്പിരിറ്റ് ഓഫ് ആർട്ടിക്കിൾ 39D ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. വളരെ മനോഹരമായൊരു ചോദ്യമാണ്. അസിസ്റ്റൻറ്റ് ലേബർ ഓഫീസർക്ക് ചോദിച്ച ചോദ്യമാണ്. ആർട്ടിക്കിൾ 39D ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയാണെന്ന് നമുക്കറിയാം. അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സ്പിരിറ്റ് അപ്ഹോൾഡ് ചെയ്യുന്നതിനായി, ഉയർത്തിപ്പിടിക്കുന്നതിനായിട്ട് ഏത് നിയമമാണ് ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ ഏത് നിയമനിർമ്മാണമാണ് നടത്തിയത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമ്മളിവിടെ കൃത്യമായി അറിഞ്ഞിരിക്കേണ്ടത് ഈ ആർട്ടിക്കിൾ 39D എന്താണെന്നുള്ളതാണ്. DPSPയിൽ ആർട്ടിക്കിൾ 39D എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തുല്യ ജോലിക്ക് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും തുല്യ വേതനമുണ്ടായിരിക്കുക എന്നുള്ളതാണ് ആർട്ടിക്കിൾ 39D. അപ്പം അങ്ങനെയാണെങ്കിൽ ഇതിൽ ഓപ്ഷൻസ് പരിശോധിക്കാം നമുക്ക്. വർക്ക്മെൻ കോമ്പൻസേഷൻ ആക്ട്, പേയ്മെൻറ്റ് ഓഫ് ബോണസ് ആക്ട്, ലാൻഡ് റിഫോംസ് ആക്ട്, ഈക്വൽ റെമ്യൂണറേഷൻ ആക്ട് 1976. അപ്പോൾ ഞാൻ പറഞ്ഞു 39D എന്ന് പറയുന്നത് തുല്യ ജോലിക്ക് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും തുല്യ വേതനമുണ്ടായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈക്വൽ റെമ്യൂണറേഷൻ ആക്ട് 1976. ഇനി ഇതിൻ്റെ മറ്റ് ഓപ്ഷൻസ് നമുക്ക് പരിശോധിച്ച് നോക്കാം. അപ്പോൾ ആർട്ടിക്കിൾ 39D ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ directs the state to ensure equal pay for equal work for ബോത്ത് മെൻ ആൻഡ് വിമൻ. തുല്യ ജോലിക്ക് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും തുല്യ വേതനം, അതാണ് 39D. ഇതുമായി ബന്ധപ്പെട്ട ആക്റ്റാണ് ഈക്വൽ റെമ്യൂണറേഷൻ ആക്ട് എന്ന് പറയുന്നത്. ഇനി ഈ ചോദ്യത്തിലെ മറ്റ് ഓപ്ഷൻസ് എന്ന് പറയുന്നത് വർക്ക്മെൻ കോമ്പൻസേഷൻ ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കോമ്പൻസേഷനുമായി ബന്ധപ്പെട്ട ആക്റ്റാണ്. അതായത് ജോലിയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പരിക്കുകൾ, അപകട മരണം, ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന കോമ്പൻസേഷനുമായി ബന്ധപ്പെട്ട ആക്റ്റാണ് വർക്ക്മെൻ കോമ്പൻസേഷൻ ആക്ട് എന്ന് പറയുന്നത്. ദെൻ പേയ്മെൻറ്റ് ഓഫ് ബോണസ് ആക്ട് 1965. ബോണസ് ആക്ട് നമുക്ക് ആ പേരിൽ തന്നെ ഉണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? എൻഷുവേഴ്സ് പേയ്മെൻറ്റ് ഓഫ് ബോണസ് ടു എംപ്ലോയീസ് ബേസ്ഡ് ഓൺ പ്രോഫിറ്റ്സ് ഓർ പ്രൊഡക്ടിവിറ്റി. ലാഭം അല്ലെങ്കിൽ പ്രോഫിറ്റ്, ലാഭം, പ്രൊഡക്ടിവിറ്റി, ഉൽപ്പാദനക്ഷമത. അപ്പോൾ ലാഭം അല്ലെങ്കിൽ ഉൽപ്പാദനക്ഷമതയുടെ അടിസ്ഥാനത്തിൽ തൊഴിലാളികൾക്ക് ബോണസ് നൽകുന്നതുമായി ബന്ധപ്പെട്ട ആക്റ്റാണ് പേയ്മെൻറ്റ് ഓഫ് ബോണസ് ആക്ട് 1965. പിന്നെ അതിലുള്ള മറ്റൊരു ആക്ട് എന്ന് പറയുന്നത് ലാൻഡ് റിഫോംസ് ആക്റ്റാണ്. ലാൻഡ് റിഫോംസ് ആക്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന DPSP എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 39B ആൻഡ് C ആണ്. 39Bയും 39Cയും ആണ് നമുക്ക് ഈ ലാൻഡ് റിഫോംസ്, ഭൂപരിഷ്കരണ നിയമങ്ങളുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന DPSP എന്ന് പറയുന്നത് 39B ആൻഡ് C. അപ്പോൾ നിങ്ങൾ ഈ 39B ആൻഡ് C എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ഈ PYQ വീഡിയോ കാണുകയാണെങ്കിൽ ആ കാണുന്ന നിമിഷം തന്നെ 39Bയും Cയും പോയി വായിച്ചിട്ട്, ഞാൻ പറഞ്ഞു ലാൻഡ് റിഫോംസുമായി ബന്ധപ്പെട്ടതുള്ള DPSP നമ്മൾ കണക്ട് ചെയ്യാൻ പറ്റുന്ന DPSP 39B ആൻഡ് C ആണെന്ന് പറഞ്ഞു. അപ്പോൾ അത് നിങ്ങൾ പോയിട്ട് എന്ത് ചെയ്യണം? അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അത് 39Bയും Cയും എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. Question number 2. Organization of Agriculture and Animal Husbandry is a directive principle mentioned in. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു DPSP നിർദ്ദേശക തത്വമാണ് എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ആനിമൽ ഹസ്ബൻഡറി. കൃഷിയും മൃഗസംരക്ഷണവും സംഘടിപ്പിക്കൽ, ഓർഗനൈസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ആർട്ടിക്കിൾ തന്നെയാണ് ആർട്ടിക്കിൾ 48. ആൻസർ C ആർട്ടിക്കിൾ 48 ആണ്. 48 ഓർഗനൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ആനിമൽ ഹസ്ബൻഡറി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മറ്റ് ഓപ്ഷൻസ് കൂടെ ഒന്ന് പരിശോധിച്ച് നോക്കാം അല്ലേ. ആർട്ടിക്കിൾ 48
ആൻസർ ആയിട്ടുള്ള ആർട്ടിക്കിൾ 48. ദ സ്റ്റേറ്റ് ഷാൾ എൻഡവർ ടു ഓർഗനൈസ് അഗ്രികൾച്ചർ ആൻഡ് അനിമൽ ഹസ്ബൻഡറി ഓൺ മോഡേൺ ആൻഡ് സയൻറ്റിഫിക് ലൈൻസ്. അതായത് രാഷ്ട്രം ആധുനികവും ശാസ്ത്രീയമായ രീതിയിൽ കൃഷിയും മൃഗസംരക്ഷണവും സംഘടിപ്പിക്കുവാൻ യത്നിക്കേണ്ടതാണ്. ദ സ്റ്റേറ്റ് ഷാൾ എൻഡവർ. അതോടൊപ്പം പ്രത്യേകിച്ച് ഇൻ പർട്ടിക്കുലർ എന്താ ചെയ്യേണ്ടത്? പ്രിസർവിങ് ആൻഡ് ഇംപ്രൂവിങ് ദ ബ്രീഡ്സ് ആൻഡ് പ്രൊഹിബിറ്റിംഗ് ദ സ്ലോട്ടർ ഓഫ് കൗസ് ആൻഡ് കാവ്സ് ആൻഡ് അതർ മിൽറ്റ് ആൻഡ് റോട്ട് കാറ്റിൽ. അതായത് പശുക്കളുടെയും കിടാങ്ങളുടെയും കറക്കുന്നതോ ഭാരം വലിക്കുന്നതോ ആയ കന്നുകാലികളുടെയും ഇനങ്ങൾ നിലനിർത്തുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനും അതോടൊപ്പം തന്നെ അവയുടെ കശാപ്പ് നിരോധിക്കുന്നതിനും വേണ്ട നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. ഇതാണ് ആർട്ടിക്കിൾ 48 എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, ആർട്ടിക്കിൾ 50 വരികയാണെങ്കിൽ സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ഫ്രം ദ എക്സിക്യൂട്ടീവ്. നീതിന്യായ മണ്ഡലത്തെ നിർവാഹക മണ്ഡലത്തിൽ നിന്ന് വേർതിരിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുക. സെപ്പറേറ്റ് ജുഡീഷ്യറി ഫ്രം ദ എക്സിക്യൂട്ടീവ്. അതാണ് ആർട്ടിക്കിൾ 50. ദെൻ ആർട്ടിക്കിൾ 46 വരികയാണെങ്കിൽ അത് മറ്റൊരു DPSP ആണ്. പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് ആൻഡ് അതർ വീക്കർ സെക്ഷൻ. പട്ടികജാതികളുടെയും പട്ടിക ഗോത്രവർഗ്ഗങ്ങളുടെയും മറ്റ് ദുർബല വിഭാഗങ്ങളുടെയും എഡ്യൂക്കേഷണൽ ആൻഡ് എക്കണോമിക് ഇൻട്രസ്റ്റ്, അതായത് വിദ്യാഭ്യാസപരവും സാമ്പത്തികവുമായ താല്പര്യങ്ങളുടെ അഭിവൃദ്ധിപ്പെടുത്തൽ, പ്രൊമോഷൻ. ഇതാണ് ആർട്ടിക്കിൾ 46 എന്ന് പറയുന്നത്. ദെൻ ആർട്ടിക്കിൾ 49 എന്ന് പറയുന്നത് ദേശീയ പ്രാധാന്യമുള്ള സ്മാരകങ്ങൾ, സ്ഥലങ്ങൾ, വസ്തുക്കൾ ഇവയുടെ സംരക്ഷണം, പ്രൊട്ടക്ഷൻ. അതാണ് ആർട്ടിക്കിൾ 49. അപ്പോൾ ഇതാണ് ഓപ്ഷൻസിലുള്ള മറ്റ് ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 48 ആണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ചൂസ് ദ ഫാൾസ് സ്റ്റേറ്റ്മെൻറ്റ് എമോങ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന ഏതെന്നുള്ളതാണ്. നമുക്ക് ഓരോ പ്രസ്താവനകളും പരിശോധിച്ച് നോക്കാം. ഇത് ചോദിച്ചിരിക്കുന്നത് മോട്ടോർ ട്രാൻസ്പോർട്ട് സബ് ഇൻസ്പെക്ടർ, പോലീസ് മോട്ടോർ ട്രാൻസ്പോർട്ട് വിങ്. നല്ല ചോദ്യമാണ്, നല്ല ഓപ്ഷൻസുമാണ്. പക്ഷേ ഇതിലൊരു ചെറിയ പാകപ്പിഴ ചോദ്യകർത്താവിന് സംഭവിച്ചു പോയി. നല്ല ചോദ്യമാണ്, പക്ഷേ എളുപ്പത്തിൽ നിങ്ങൾക്ക് ആൻസറിൽ എത്താവുന്ന രീതിയിലുള്ള ഓപ്ഷൻസിലേക്ക് പോയി. ചോദ്യം നല്ലതായിരുന്നു, പക്ഷേ ഓപ്ഷൻസ് അത്ര വലിയ മെച്ചപ്പെട്ട ഓപ്ഷൻസ് 2-3 ഓപ്ഷൻസ് നല്ല മെച്ചപ്പെട്ടതായിരുന്നു. പക്ഷേ ഓരോ ഓപ്ഷൻസ് വളരെ സിമ്പിളായുള്ളൊരു ഓപ്ഷൻ വന്നതോടുകൂടി നമുക്ക് വേഗത്തിൽ ആൻസറിലേക്ക് എത്താൻ കഴിയും, അല്ലേ? ഇന്ന് ഓപ്ഷൻസ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. ആർട്ടിക്കിൾ 31C വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദി 25th Constitutional Amendment Act which gave Article 39B and 39C precedence over fundamental rights. അപ്പോൾ നമുക്കറിയാം സേവിങ്സ് ഓഫ് സർട്ടൻ ലോസ്, ചില നിയമങ്ങളുടെ സേവിങ്സ് 31CB ഒക്കെ നമുക്ക് പഠിക്കുന്നതാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ. 31BC ഒക്കെ, 31B, 31C ഒക്കെ. അപ്പോൾ ഇവിടെ പറയുന്നത് 31C എന്ന് പറയുന്നത് DPSP ആയിട്ടുള്ള 39B, 39C ഇത് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടാക്കുന്ന ഏതൊരു നിയമവും ആർട്ടിക്കിൾ 13 എന്ത് തന്നെ പറഞ്ഞിരുന്നാലും ആർട്ടിക്കിൾ 13 എന്താണെന്ന് നമ്മൾ പഠിക്കണം, അല്ലേ? അപ്പോൾ ഞാനതിവിടെ ഡിസ്കസ് ചെയ്ത് സമയം കളയുന്നില്ല. ആർട്ടിക്കിൾ 13 എന്താണെന്ന് പോയി നിങ്ങൾ നോക്കുക. ആർട്ടിക്കിൾ 13 എന്ത് തന്നെ പറഞ്ഞാലും ആർട്ടിക്കിൾ 39BC ഈ 2 DPSP ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസും നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടാക്കുന്ന ഏതൊരു നിയമവും ആർട്ടിക്കിൾ 14 ആൻഡ് 19 14ൻ്റെയും 19ൻ്റെയും വയലേഷൻ എന്നുള്ള രീതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്നതല്ല. അതുകൊണ്ടാണ് അതിന് 39Bക്കും Cക്കും ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് മുകളിൽ ഒരു പ്രീസിഡൻസ് ലഭിക്കുന്നത്, ഒരു മേൽക്കോയ്മ ലഭിക്കുന്നത്. അപ്പോൾ അങ്ങനെ 31C എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഇൻസേർട്ട് ചെയ്ത അല്ലെങ്കിൽ കൂട്ടിച്ചേർത്ത അമെൻമെൻറ്റ് ആക്ട് 25th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് ആണോ എന്നുള്ളതാണ് ചോദ്യം. ചോദ്യമല്ല, സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ശരിയാണ്, വളരെ ശരിയാണ്. 31C എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഇൻസേർട്ട് ചെയ്ത കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് എന്ന് പറയുന്നത് 25th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് 1971 ആണ്. അപ്പോൾ ഇത് വളരെ ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ആർട്ടിക്കിൾ 44 ടു പ്രൊട്ടക്ട് ഓൾ മോണുമെൻറ്റ്സ് ഓഫ് ഹിസ്റ്റോറിക് ഇൻട്രസ്റ്റ് ആൻഡ് നാഷണൽ ഇമ്പോർട്ടൻസ്. അപ്പോൾ അതാണ് നമ്മൾ തൊട്ട് മുന്നത്തെ ചോദ്യത്തിൽ പരിശോധിച്ചായിരുന്നു, അല്ലേ?
ഏത് ആർട്ടിക്കിളാണ് അത് പറയുന്നത്? ദേശീയ പ്രാധാന്യമുള്ള സ്മാരകങ്ങൾ, സ്ഥലങ്ങൾ, വസ്തുക്കൾ എന്നിവ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട നിർദ്ദേശക തത്വം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 44 അല്ല. 44 മറ്റൊരു DPSP ആണ്, വളരെ പ്രാധാന്യമുള്ളൊരു DPSP ആണ്. അത് ആർട്ടിക്കിൾ 49 ആണ്. അപ്പോൾ ഇതാണ് തെറ്റ്, റൈറ്റ്? അപ്പോൾ തന്നെ നമ്മൾ ആൻസറിലേക്ക് എത്തിക്കഴിഞ്ഞു. എന്നാലും മറ്റു ഓപ്ഷൻസ് കൂടെ നമുക്ക് നോക്കാം, മറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് കൂടെ. ആർട്ടിക്കിൾ 40 ടു ഓർഗനൈസ് വില്ലേജ് പഞ്ചായത്ത് ആസ് യൂണിറ്റ്സ് ഓഫ് സെൽഫ് ഗവൺമെൻറ്. സെൽഫ് ഗവൺമെൻറ് യൂണിറ്റുകളായിട്ട് വില്ലേജ് പഞ്ചായത്തുകളെ ഓർഗനൈസ് ചെയ്യുക എന്ന് പറയുന്നത്, സംഘടിപ്പിക്കുക, വില്ലേജ് പഞ്ചായത്തുകൾ സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 40 തന്നെയാണ്. വില്ലേജ് പഞ്ചായത്ത്, ഓർഗനൈസേഷൻ വില്ലേജ് പഞ്ചായത്ത് എന്ന് പറയുന്നത് വളരെ ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഓപ്ഷൻ ഡിയും മനോഹരമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. 25th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ട് കെയിം ടു ബി ചലഞ്ച്ഡ് ബിഫോർ ദ സുപ്രീം കോർട്ട് ഇൻ കേശവാനന്ദ ഭാരതി കേസ് 1973. ഈ 31C ഇൻസേർട്ട് ചെയ്തതിൽ ആ 31C എന്ന് പറയുന്ന ആർട്ടിക്കിളിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഒരു പ്രൊവിഷൻ ഉണ്ടായിരുന്നു. ഇത് കോടതികളിൽ ചോദ്യം ചെയ്യപ്പെടാവുന്നതല്ല എന്നുള്ള രീതിയിൽ ചെറിയൊരു ഏറ്റവും ലാസ്റ്റ് ഒരു ഭാഗമുണ്ടായിരുന്നു. ഈ ഭാഗം, ഈ കോടതികളിൽ ചോദ്യം പെടാവുന്നതല്ല എന്ന ഭാഗം കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന കേസിൽ റദ്ദ് ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. അത് അത്രയും എന്ത് ചെയ്തു? അസാധുവാക്കി കളഞ്ഞു കോടതി. ഓക്കെ, അപ്പോൾ ഇത് വളരെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ഈ 25th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ട് സുപ്രീം കോടതിയിൽ 1973 കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന കേസിലാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അതും വളരെ ശരിയാണ്. അപ്പോൾ ഇതിൽ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അപ്പോൾ നമുക്കിനി ആൻസറിലേക്ക് നോക്കാം, നമുക്കതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. ഓപ്ഷൻ ബി ഞാൻ നേരത്തെ പറഞ്ഞു, ആർട്ടിക്കിൾ ഫാൾസ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ആർട്ടിക്കിൾ 44 എന്ന് പറയുന്നത് യൂണിഫോം സിവിൽ കോഡാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 44 ആണ് ഓപ്ഷനിൽ കിടക്കുന്നത്, പക്ഷേ ആൻസർ 49 ആണ്. മനസ്സിലായല്ലോ? അപ്പോൾ 44 തെറ്റായി കൊടുത്തിരിക്കുകയാണ്. 44 എന്ന് പറയുന്നത് യൂണിഫോം സിവിൽ കോഡാണ്, നമുക്കറിയാം അല്ലേ? ദെൻ പ്രൊട്ടക്ഷൻ ഓഫ് മോണുമെൻറ്റ്സ്, അത് 49 ആണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓൾ അതർ ഓപ്ഷൻസ് ആർ കറക്റ്റ്, മറ്റെല്ലാ ഓപ്ഷൻസും കറക്റ്റാണ്. അപ്പോൾ ഇതാണ് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് ബി ആണ്. അതിൽ തെറ്റായി കൊടുത്തിരുന്നത് 44 ആണ്, എന്നാൽ ശരി 49 ആണ്. 44 യൂണിഫോം സിവിൽ കോഡാണ്. ഓക്കെ, ശരി എന്ന് പറയണമെങ്കിൽ അത് 49 എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആയാൽ മാത്രമേ ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. വാട്ട് ഈസ് ദ സബ്ജക്റ്റ് മാറ്റർ ഓഫ് ആർട്ടിക്കിൾ 40 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 40 എന്ന് പറയുന്ന അനുച്ഛേദത്തിൻ്റെ സബ്ജക്റ്റ് മാറ്റർ, അത് ഇനി നിങ്ങൾക്ക് ആൻസർ പറയാൻ കഴിയും, കാരണം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു അല്ലേ? എന്താണ്? ഓർഗനൈസേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്താണ് അല്ലേ ആർട്ടിക്കിൾ 40 എന്ന് പറയുന്നത്. ഇവിടെ യൂണിഫോം സിവിൽ കോഡ് എന്താണ്? ആർട്ടിക്കിൾ 44 ആണ് അല്ലേ? റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആർട്ടിക്കിൾ 21A ആണ്. ഈ പ്രൊഹിബിഷൻ എന്ന് മാത്രമേ കൊടുത്തിരിക്കുന്നുള്ളൂ. അവിടെ ഉദ്ദേശിക്കുന്ന പ്രൊഹിബിഷൻ എന്ന് പറയുന്നത് അത് റിട്ടാകാം, മനസ്സിലായല്ലോ? ആ പ്രൊഹിബിഷൻ എന്നുള്ള റിട്ടാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, റിട്ടാണെന്ന് എടുത്ത് പറയേണ്ടില്ല, പ്രൊഹിബിഷൻ എന്ന് വെറും പ്രൊഹിബിഷൻ എന്നേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് റിട്ടാണെന്നത് അനുമാനിക്കാം. അങ്ങനെയാണെങ്കിൽ അത് ആർട്ടിക്കിൾ 32 ആണ്. പിന്നെ ബാക്കി വില്ലേജ് പഞ്ചായത്തുമായി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയുന്നത് പഞ്ചായത്ത് രാജ് അല്ലേ? ഇപ്പോൾ ആൻസർ ഡി ആണ്. അപ്പോൾ നമുക്ക് എക്സ്പ്ലനേഷനിലേക്ക് കിടക്കാം. ആർട്ടിക്കിൾ 40 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കംസ് അണ്ടർ ദ ഡയറക്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് ദ സ്റ്റേറ്റ് പോളിസി. ഇറ്റ് ഡയറക്ട് ദ സ്റ്റേറ്റ് ടു ഓർഗനൈസ് വില്ലേജ് പഞ്ചായത്ത്. വില്ലേജ് പഞ്ചായത്തുകൾ സംഘടിപ്പിക്കുക, ഓർഗനൈസ് ചെയ്യുക എന്നുള്ളതാണ് ആർട്ടിക്കിൾ 40 കൊണ്ട് വിഭാവന ചെയ്യുന്നത്. അത്തരത്തിലുള്ളൊരു നിർദ്ദേശമാണ് ഈ അനുച്ഛേദം 40 വഴി രാഷ്ട്രത്തിന് നൽകുന്നത്. ഓക്കെ, ഹെൻ ദ സബ്ജക്റ്റ് മാറ്റർ ഇസ് പഞ്ചായത്ത് രാജ്. ഇപ്പോൾ വില്ലേജ് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ സബ്ജക്റ്റ് മാറ്റർ നമുക്ക് പഞ്ചായത്ത് രാജ് എന്ന് പറയാം. ഓക്കെ, യൂണിഫോം സിവിൽ കോഡ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആർട്ടിക്കിൾ 44, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആർട്ടിക്കിൾ 21A. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. വളരെ മനോഹരമായൊരു ചോദ്യമാണ്, KS ചോദിച്ചൊരു ചോദ്യമാണ്. DPSP വളരെ തറവായിട്ടങ്ങ് ചോദിച്ചിരിക്കുകയാണ്. മീൻസ് ഇൻ ഡീറ്റെയിൽ ആയിട്ട് DPSP അതുപോലെ ഭരണഘടനയിൽ എങ്ങനെ പറഞ്ഞിരിക്കുന്നു അതുപോലെ 4 DPSP എടുത്ത് കൊടുത്തിട്ട്
അതിൽ ഏത് DPSP ആണ് 38(2) 32 ക്ലോസ് 2 എന്നുള്ള രീതിയിലാണ് ചോദ്യം വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാ DPSPയും ഇപ്പോൾ ഹയർ എക്സാംസിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഡിഗ്രി ലെവൽ മുതൽ അങ്ങോട്ട് മുകളിലോട്ടുള്ള ഡിഗ്രി ലെവൽ, ഇപ്പോൾ അതുപോലെ ഗസറ്റ് പോസ്റ്റുകളായിട്ടുള്ള LSTD സെക്രട്ടറി, അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഓഫ് നാഷണൽ സേവിങ്സ്, ഇങ്ങനെയുള്ള ഡയറക്റ്റ് ഗസറ്റ് പോസ്റ്റുകൾക്കും അതുപോലെ KS പോലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷകൾക്കും തയ്യാറെടുക്കുമ്പോൾ നമ്മൾ ആർട്ടിക്കിൾസ് നല്ല രീതിയിൽ വായിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ ഇങ്ങനെ ആർട്ടിക്കിൾസ് ഇൻ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊവിഷൻ എന്താണെന്നുള്ളതും അല്ലെങ്കിൽ പർട്ടിക്കുലർ ആർട്ടിക്കിൾ എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും എന്നുള്ളതൊക്കെ നന്നായി വായിച്ചാൽ മാത്രമേ നമുക്ക് കഴിയുള്ളൂ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ DPSP ഒക്കെ നന്നായി വായിച്ചു വെച്ചിരിക്കുക. അപ്പോൾ ആർട്ടിക്കിൾ 38(2) ഇതിലേതാണെന്നുള്ളതാണ് ചോദ്യം. നമുക്ക് ഓരോന്നും പരിശോധിച്ച് നോക്കാം. 38(2) എന്താണ്, 38(1) 2 ക്ലോസാണ് 38-നുള്ളത്. 38(1) ഉണ്ട്, 2 ഉണ്ട്. ഇപ്പോൾ 38(1) എന്താണ്, 2 എന്താണ്, മറ്റ് ഓപ്ഷൻസ് ഏതൊക്കെ ആർട്ടിക്കിൾസ് ആണെന്നുള്ളത് നമുക്ക് എക്സ്പ്ലനേഷനിൽ നോക്കാം. ദ സ്റ്റേറ്റ് ഷാൾ ഇൻ പർട്ടിക്കുലർ സ്ട്രൈവ് ടു മിനിമൈസ് ദ ഇനിക്വാലിറ്റീസ് ഇൻ ഇൻകം. ഇപ്പോൾ വരുമാനത്തിലെ അസമത്വം അത് ഇല്ലാതാക്കുവാനായിട്ട് രാഷ്ട്രം യത്നിക്കേണ്ടതാണ്. ആൻഡ് ടു എലിമിനേറ്റ് ഇനിക്വാലിറ്റീസ് ഇൻ സ്റ്റാറ്റസ്, ഫെസിലിറ്റീസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. അവസരം, അതുപോലെ ഫെസിലിറ്റീസ്, സ്റ്റാറ്റസ്, അപ്പോൾ ഇതിലൊക്കെ ഉള്ള ഇനിക്വാലിറ്റീസ് എലിമിനേറ്റ് ചെയ്യാനായിട്ട് യത്നിക്കേണ്ടതാണ്. ഇതാണ് ആർട്ടിക്കിൾ 38(2) എന്ന് പറയുന്നത്. ദ സ്റ്റേറ്റ് ഷാൾ ഇൻ പർട്ടിക്കുലർ സ്ട്രൈവ് ടു മിനിമൈസ് ദ ഇനിക്വാലിറ്റീസ് ഇൻ ഇൻകം ആൻഡ് എൻഡവർ ടു എലിമിനേറ്റ് ഇനിക്വാലിറ്റി ഇൻ സ്റ്റാറ്റസ്, ഫെസിലിറ്റീസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് നോട്ട് ഓൺലി എമോങ്സ്റ്റ് ഇൻഡിവിജ്വൽ. അപ്പോൾ വ്യക്തികൾക്കിടയിൽ മാത്രമല്ല ഈ ഇനിക്വാലിറ്റീസ്, ഈ അസമത്വങ്ങൾ എലിമിനേറ്റ് ചെയ്യേണ്ടത്, ബട്ട് ആൾസോ എമോങ്സ്റ്റ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ്, ജനവിഭാഗങ്ങൾക്കിടയിലും, റിസൈഡിങ് ഇൻ ഡിഫറെൻറ്റ് ഏരിയാസ് ഓർ എൻഗേജ്ഡ് ഇൻ ഡിഫറെൻറ്റ് ഒക്കേഷൻസ്. അപ്പോൾ ഇതാണ് 38(2) പർട്ടിക്കുലർലി. അപ്പോൾ നമുക്ക് നോക്കാം 38(2) ഇതിൽ ഏതാണെന്നുള്ളത്. ദ സ്റ്റേറ്റ് ഷാൾ എൻഡവർ, അല്ലെങ്കിൽ എന്താണ്, ഇതവിടെ നിന്ന് ശ്രദ്ധിച്ചോ. ദ സ്റ്റേറ്റ് ഷാൾ ഇൻ പർട്ടിക്കുലർ സ്ട്രൈവ് ടു മിനിമൈസ് ദ ഇനിക്വാലിറ്റീസ് ഇൻ ഇൻകം ആൻഡ് എൻഡവർ ടു എലിമിനേറ്റ് ഇനിക്വാലിറ്റീസ് ഇൻ സ്റ്റാറ്റസ്, facilities and opportunities not only amongst individuals but also amongst peoples, group of peoples residing in different areas or engaged in different occasions. അപ്പോൾ ഇതാണ് ആൻസർ 38(2) എന്ന് പറയുന്നത്. 38(2) അനുച്ഛേദം 38 ക്ലോസ് 2 എന്ന് പറയുന്നത് ഇതാണ്. ഇനി ഇതിൽ 38(1) ഉണ്ട്. അത് ഏതാണ് നമുക്ക് നോക്കാം. The state shall strive to promote the welfare of the people by securing and protecting as effectively as it may a social order in which justice, social, economic and political shall involve all the institutions of the national life. അപ്പോൾ ഇത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കോ. The state shall strive to promote the welfare of the people by securing and protecting them effectively. ഇതാണ് 38(1). അപ്പോൾ ഓപ്ഷൻ എ എന്ന് പറയുന്നത് 38(1) ആണ്. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് 38(2) ആണ്. 38 എന്ന് പറയുന്ന ആർട്ടിക്കിളിലെ 2 ക്ലോസുകളാണ് ഓപ്ഷൻ എയും ഓപ്ഷൻ ഡിയുമാണ് ആയി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ നമുക്ക് മറ്റ് ഓപ്ഷൻസ് കൂടെ ഒന്ന് പരിശോധിച്ച് നോക്കാം. റൈറ്റ് ടു വർക്ക് ടു എഡ്യൂക്കേഷൻ ആൻഡ് ടു പബ്ലിക് അസിസ്റ്റൻസ് ഇൻ സർട്ടൻ കേസസ്. ദ സ്റ്റേറ്റ് ഷാൾ വിത്തിൻ ദ ലിമിറ്റ്സ് ഓഫ് ഇറ്റ് എക്കണോമിക് കപ്പാസിറ്റി and development make effective provision for securing the right to work, to education and to public assistance in case of unemployment, old age, sickness and disablement and in other case of undeserved one. അപ്പോൾ ഈ പബ്ലിക് അസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആർട്ടിക്കിളാണ്. പബ്ലിക് അസിസ്റ്റൻസ് ഇൻ കേസ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്, ഓൾഡ് ഏജ്, സിക്നെസ് ആൻഡ് ഡിസേബിൾമെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ആർട്ടിക്കിളാണ്. ആർട്ടിക്കിൾ 41. അപ്പോൾ ഇതാ ഇവിടെ നോക്കുക. The state shall within the limits of its economic capacity and development make effective provision. ഞാൻ മുഴുവൻ വായിച്ച സമയം കളയുന്നില്ല. ആൻഡ് ടു പബ്ലിക് അസിസ്റ്റൻസ് ഇത് 41, 41. ഓക്കെ, ഇനി ഓരോ ഓപ്ഷൻ കൂടെ ഉണ്ട്. അത് ഏത് ആർട്ടിക്കിൾ നമുക്ക് നോക്കാം. 43 ലിവിങ് വേജസ് എക്സെട്ര ഫോർ വർക്കേഴ്സ്. ദ സ്റ്റേറ്റ് ഷാൾ എൻഡവർ ടു സെക്യൂർ ബൈ സ്യൂട്ടബിൾ ലെജിസ്ലേഷൻ. ബാക്കി ഞാനത് നല്ല നീളത്തിലുള്ളൊരു DPSP ആണ്. അപ്പോൾ നിങ്ങളത് വായിച്ച് നോക്കുക. അപ്പോൾ 43 ആണ് ലിവിങ് വേജ് എക്സെട്ര ഫോർ വർക്കേഴ്സ്. അപ്പോൾ അതാണ് ഓപ്ഷൻ സി. ഓക്കെ, അപ്പോൾ ഈ 4 ആർട്ടിക്കിൾസാണ് ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത്. 38 ക്ലോസ് 1,
41, 43, 38 ക്ലോസ് ടു. ചോദിച്ചിരിക്കുന്ന 38(2) ആൻസർ ഡി. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. ഇപ്പോൾ നമ്മൾ DPSP കഴിഞ്ഞു. 2020 DPSPയുമായി ബന്ധപ്പെട്ട് ചോദിച്ച ചോദ്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസുമായി ബന്ധപ്പെട്ട് ചോദിച്ച ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പേഴ്സ് ആർ കറക്റ്റ്ലി മാച്ച്? താഴെ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ് കറക്റ്റായി മാച്ചായിരിക്കുന്നതെന്ന് പരിശോധിക്കാം നമുക്ക്. ഇപ്പോൾ സ്വരൺ സിംഗ് കമ്മിറ്റി, നിങ്ങൾക്കറിയാം സ്വരൺ സിംഗ് കമ്മിറ്റി എന്തുമായി ബന്ധപ്പെട്ടുള്ളതാണ്? ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ കറക്റ്റ്ലി മാച്ചഡാണ്. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി, അത് നിങ്ങൾക്കറിയാം എന്താണ്? 3 ടയർ സിസ്റ്റം ഓഫ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതും കറക്റ്റ്ലി മാച്ചഡാണ്. രാജ് മാന്നാർ കമ്മിറ്റി, രാജ് മാന്നാർ കമ്മിറ്റി എന്ന് പറയുന്നത് ഇവിടെ ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത് 2 ടയർ സിസ്റ്റം ഓഫ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നാണ്. ആണോ രാജ് മാന്നാർ കമ്മിറ്റി അതുമായി ബന്ധപ്പെട്ടതാണോ? അല്ല, സെൻട്രൽ സ്റ്റേറ്റ് റിലേഷനുമായി ബന്ധപ്പെട്ടൊരു കമ്മിറ്റിയാണ്. ആ കമ്മിറ്റി നിയമിച്ച തമിഴ്നാട് ഗവൺമെൻറ്റാണ്. DMK ഭരിക്കുന്ന സമയത്ത് തമിഴ്നാട് ഗവൺമെൻറ്റാണ് അത് ഫോം ചെയ്തത്. അപ്പോൾ അത് നമുക്ക് എക്സ്പ്ലനേഷനിൽ പരിശോധിക്കാം. അപ്പോൾ അത് തെറ്റാണ്. അപ്പോൾ ഇത് രണ്ടും ശരിയാണ്, ഇത് തെറ്റായിട്ടാണ് മാച്ച് ചെയ്തിരിക്കുന്നത്. അത് 2 ടയർ സിസ്റ്റം ഓഫ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല. ഓക്കെ, ഇനി അശോക് മേത്ത കമ്മിറ്റി, അപ്പോൾ ഇങ്ങനെയാണ് കറക്റ്റ് ആവേണ്ടത്. അശോക് മേത്ത കമ്മിറ്റി 2 ടയർ സിസ്റ്റം ഓഫ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. രാജ് മാന്നാർ കമ്മിറ്റി സെൻട്രൽ സ്റ്റേറ്റ് റിലേഷനുമാണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും തെറ്റാണ്. അപ്പോൾ കറക്റ്റ്ലി മാച്ച്ഡ് ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 and 2 only. സ്വരൺ സിംഗ് കമ്മിറ്റി ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി 3 ടയർ സിസ്റ്റം ഓഫ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. കേസിന് ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ ആൻസർ ഡി ആണ്. ഓക്കെ, ആൻസർ ഡി. ഓക്കെ, അപ്പോൾ സ്വരൺ സിംഗ് കമ്മിറ്റി 1976 recommended the inclusion of fundamental duties which were later added through the 42nd Constitutional Amendment Act 1976. അപ്പോൾ സ്വരൺ സിംഗ് കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തതിന് പ്രകാരം 1976 42ാം ഭരണഘടന ഭേദഗതി പ്രകാരമാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്നത് 51A ആയിട്ട് പാർട്ട് 4A ഭാഗം 4A 51A ആയിട്ട് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഇൻകോർപ്പറേറ്റ് ചെയ്ത് ചേർത്തത്. ഓക്കെ, ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി 1957 എന്ത് ചെയ്തു? ഫോം ചെയ്ത ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി എന്താ റെക്കമെൻഡ് ചെയ്തത്? 3 ടയർ പഞ്ചായത്ത് രാജ് സിസ്റ്റം, വില്ലേജ് പഞ്ചായത്ത്, പഞ്ചായത്ത് സമിതി, ജില്ലാ പരിഷത്ത്, ഈ 1, 2, 3 ഈ 3 ലെയർ പഞ്ചായത്ത് രാജ് സിസ്റ്റമാണ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തത്. രാജ് മാന്നാർ കമ്മിറ്റി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1969 DMK ഗവൺമെൻറ് ഓഫ് തമിഴ്നാട് ഗവൺമെൻറ് DMK ഗവൺമെൻറ്റാണ് രാജ് മാന്നാർ കമ്മിറ്റി ഫോം ചെയ്തത്. എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു എക്സാമിൻ ഇഷ്യൂസ് റിലേറ്റഡ് ടു സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പഠിക്കുവാനായിട്ട് തമിഴ്നാട് DMK ഗവൺമെൻറ് ഫോം ചെയ്ത കമ്മിറ്റിയാണ് എന്തെന്ന് പറയുന്നത് രാജ് മാന്നാർ കമ്മിറ്റി. അശോക് മേത്ത കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1977 കമ്മിറ്റിയാണ്. അതും പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷേ റെക്കമെൻഡ് ചെയ്തത് 2 ടയർ പഞ്ചായത്ത് രാജ് സിസ്റ്റമാണ്, ജില്ലാ പരിഷത്ത് ആൻഡ് മണ്ഡൽ പഞ്ചായത്ത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ചോദ്യവുമായി ബന്ധപ്പെട്ടുള്ള എക്സ്പ്ലനേഷൻ. 4 കമ്മിറ്റികൾ തന്നിട്ടുണ്ടായിരുന്നു. 2 മാത്രമേ കറക്റ്റ്ലി മാച്ചഡ് ആയിട്ടുള്ളൂ. ബാക്കി 2 അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ വിത്ത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് മെൻഷൻഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾക്ക് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്വരൺ സിംഗ് കമ്മിറ്റി 42ാം ഭരണഘടന ഭേദഗതി പ്രകാരം ആ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം 42ാം ഭരണഘടന ഭേദഗതി പ്രകാരം 4A 51A ആയിട്ട് 4A ഭാഗം 4A അനുച്ഛേദം 51A ആയിട്ട് ആഡ് ചെയ്തതാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്നുള്ളത് നമുക്കറിയാം അല്ലേ. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ഈ സ്റ്റേറ്റ്മെൻറ്റിൽ ശരിയായിട്ടുള്ളത് നമുക്ക് നോക്കാം. ഇറ്റ് ഇൻകോർപ്പറേറ്റഡ് ഇൻ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ബൈ ദി 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1976. ഞാൻ തൊട്ട് മുന്നത്തെ ചോദ്യത്തിൽ എക്സ്പ്ലനേഷനായിട്ട് പറഞ്ഞ അതേ സ്റ്റേറ്റ്മെൻറ്റാണ്, ശരിയാണ്. 10 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് വെയർ ഇൻക്ലൂഡഡ് ബൈ ദി 42nd അമെൻമെൻറ്റ് ആക്ട്. അതേ 10 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസാണ് ഈ അമെൻമെൻറ്റിലൂടെ ആഡ് ചെയ്തത്. 11ാമത്തെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ആഡ് ചെയ്തതും അടുത്ത സ്റ്റേറ്റ്മെൻറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്, അത് ശരിയാണ്. ദ 11th ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി വാസ് ഇൻകോർപ്പറേറ്റഡ് ബൈ ദി 86th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ട് ഓഫ് 2002. 2002 വിദ്യാഭ്യാസ അവകാശമുണ്ടല്ലോ, വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിയതുമായി ബന്ധപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ടാണ് 86th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് 2002 എന്ന് പറയുന്നത്.
അത് പ്രകാരം 11ാമത്തെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ആഡ് ചെയ്തു 51AK. 51A ക്യാപിറ്റൽ എ ബ്രാക്കറ്റിനകത്ത് സ്മോൾ കെ. 11ാമത്തെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയാണ്. 11ാമത്തെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി അതും ശരിയാണ്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ശരിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1, 2 and 3 ഇത് 3ഉം ശരിയാണ്. ആൻസർ ഡി. അപ്പോൾ ഞാൻ ആ പറഞ്ഞ സമയത്ത് തന്നെ എൻ്റെ എക്സ്പ്ലനേഷനൊക്കെ പറഞ്ഞതുകൊണ്ട് തന്നെ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് വെയർ ആഡഡ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ത്രൂ പാർട്ട് 4A ആർട്ടിക്കിൾ 51A അല്ലെ ഭാഗം 4A ആർട്ടിക്കിൾ 51A 42nd അമെൻമെൻറ്റ് ആക്ട് 1976. 10 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസാണ് 1976 ഇൻസേർട്ട് ചെയ്തത്. 86ാം ഭരണഘടനാ ഭേദഗതി 2002 എന്താണ് ഒരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി കൂടെ ആഡ് ചെയ്തു. പ്രൊവൈഡിങ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ എഡ്യൂക്കേഷൻ ടു ചിൽഡ്രൻ ബിറ്റ്വീൻ 6 to 14 years 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതുമായി ബന്ധപ്പെട്ട അവസരവുമായി ബന്ധപ്പെട്ട ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് 51AK എന്ന് പറയുന്നത്. ഇപ്പോൾ 11 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ 3 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുകയാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് 51AG. ഞാൻ പറഞ്ഞല്ലോ 11 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി എത്തുമ്പോൾ നമ്മൾ 51AK എത്തും. ഇത് സ്മോൾ കെ ആണ്, ക്യാപിറ്റൽ എ സ്മോൾ കെ. ഓക്കെ, അപ്പോൾ അതുപോലെ ഈ 11 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടികളിൽ ഒന്നാണ് 51AG എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ 11 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയും ഇത് ചോദിച്ചിരിക്കുന്ന കേസിനാണ്. അപ്പോൾ വലിയ പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ഡിഗ്രി ലെവൽ പോലുള്ള അല്ലെങ്കിൽ അതിന് മുകളിലേക്കുള്ള പരീക്ഷകൾ തയ്യാറെടുക്കുമ്പോൾ 11 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയും കൃത്യമായി ഏത് ആർട്ടിക്കിളാണെന്ന് നോക്കി വെച്ചേക്കുക. ഇപ്പോൾ 51A എന്താണ് മനസ്സിലായല്ലോ. ഇതിൽ തന്നെ ഒന്ന് A ആണ്, അതല്ലോ ഇത് 51A ആണിത്, മനസ്സിലായല്ലോ. ക്യാപിറ്റൽ സ്മോൾ എ, ഇത് നാഷണൽ ഫ്ലാഗുമായി ബന്ധപ്പെട്ടത്. ഓക്കെ, അപ്പോൾ ഇത് ഓരോ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയും കൃത്യമായി നോക്കി വെച്ചിരിക്കുക. 51AG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊട്ടക്ഷൻ ഓഫ് എൻവയോൺമെൻ്റ് ആണ്, പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയാണ് 51AG എന്ന് പറയുന്നത്. ഓക്കെ, പ്രൊട്ടക്ഷൻ ഓഫ് എൻവയോൺമെൻറ്റ്. അപ്പോൾ ആൻസർ ഡി. 51AG of the Indian Constitution state that it shall be the duty of every citizen to protect and improve the natural environment including forests, lake, rivers and wildlife and to have compassion for living creatures. അപ്പോൾ പ്രൊട്ടക്റ്റ് ആൻഡ് ഇംപ്രൂവ് ദ നാച്ചുറൽ എൻവയോൺമെൻറ്റ്. പിന്നെ എൻവയോൺമെൻറ്റുമായി ബന്ധപ്പെട്ട് അത് തന്നെ അത് എന്തൊക്കെ ഉൾപ്പെടുന്ന ലേക്സ്, തടാകങ്ങൾ, റിവേഴ്സ്, നദികൾ, വൈൽഡ് ലൈഫ്, വന്യജീവികൾ, ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ടത് 51AG ആണ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാഷണൽ ഫ്ലാഗ് എന്ന് പറയുന്നത് 51AA ആണ്. മറ്റൊരു ഓപ്ഷനായ ഡെവലപ്പ് എ സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറയുന്നത് 51AH ആണ്. ടു സ്ട്രൈവ് ടുവേഴ്സ് എക്സലൻസ് ഇൻ ഓൾ സ്പിയേഴ്സ് 51AJ ആണ്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് പർട്ടിക്കുലർലി 51AG എടുത്ത് ചോദിച്ചു. ഇതുപോലെ 51AK എടുത്ത് ചോദിക്കാം, 51AA ചോദിക്കാം, 51AB ചോദിക്കാം. 11 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയിൽ ഏത് വേണോ കയറി ചോദിക്കാം വലിയ പരീക്ഷകൾക്ക്. അപ്പോൾ നമ്മൾ ഡിഗ്രി ലെവൽ മുതലുള്ള പരീക്ഷകൾക്ക് അങ്ങ് തയ്യാറെടുക്കുമ്പോൾ 11 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയും അതിൻ്റെ ഓർഡറിൽ തന്നെ കൃത്യമായി ഏത് ആർട്ടിക്കിളാണെന്നുള്ളത് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് ഈ ഒരു ചോദ്യത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ചോദ്യം കഴിഞ്ഞ സ്ഥിതിക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. പ്രസിഡൻറ്റ്, രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്ക് കടക്കുകയാണ് നമ്മൾ. അപ്പോൾ നമ്മൾ ഈ 2020 എപ്പിസോഡുകൾ തുടങ്ങിയപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യത്തെ ടോപ്പിക്ക് മുതൽ ഇങ്ങനെ പരിശോധിച്ച് വരികയാണ്. അപ്പോൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസും കഴിഞ്ഞു. ഇനി നമ്മൾ എവിടേക്ക് കിടക്കുകയാണ്? പാർട്ട് 5 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് യൂണിയൻ ഗവൺമെൻറ്റിലേക്ക് കിടക്കുകയാണ്. യൂണിയൻ ഗവൺമെൻറ് തന്നെ യൂണിയൻ എക്സിക്യൂട്ടീവിലേക്ക് കിടക്കുകയാണ്. യൂണിയൻ എക്സിക്യൂട്ടീവിൽ തന്നെ ആദ്യത്തെ ഓഫീസ് എന്ന് പറയുന്നത്, ആദ്യത്തെ ഉദ്യോഗം എന്ന് പറയുന്നത് രാഷ്ട്രപതിയുടേതാണ്. അപ്പോൾ നമ്മൾ പ്രസിഡൻറ്റിൻ്റെ ചോദ്യങ്ങളിലേക്ക് കിടക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട ആദ്യ ചോദ്യം, ഇൻ ദ ഇവൻറ്റ് ഓഫ് ദ ഡെത്ത് ഓർ റെസിഗ്നേഷൻ ഓഫ് പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ് ഡിസ്ചാർജ് ദ ഡ്യൂട്ടീസ് ഓഫ് ദ ഓഫീസ് ഓഫ് പ്രസിഡൻറ്റ്. അതായത് രാഷ്ട്രപതിയുടെ മരണം, ഡെത്ത് ഓർ റെസിഗ്നേഷൻ, രാജി, ഇതുമായി ബന്ധപ്പെട്ടൊരു ഒഴിവ് വന്നു കഴിഞ്ഞാൽ, അല്ലേ, രാജി അല്ലെങ്കിൽ മരണം, വൈസ് പ്രസിഡൻറ്റ് ഡിസ്ചാർജ് ദ ഡ്യൂട്ടീസ് ഓഫ് ദ ഓഫീസ് ഓഫ് പ്രസിഡൻറ്റ്. എത്ര നാളത്തേക്കാണ് വൈസ് പ്രസിഡൻറ്റ് ഈ രാഷ്ട്രപതിയുടെ ചുമതല വഹിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇതിൽ ചോദിച്ചിരിക്കുന്ന ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് അസിസ്റ്റൻറ്റ് ലേബർ ഓഫീസർ പരീക്ഷയ്ക്കാണ്. നമുക്ക് ഈ ചോദ്യം പരിശോധിച്ചാൽ മനസ്സിലാവും
ഇത് ഏതൊക്കെ ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ടെന്നുള്ളതാണ് നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത്. ആദ്യം നമ്മൾ പരിശോധിക്കേണ്ടത് രാഷ്ട്രപതിയുടെ ഏതൊക്കെ ഒഴിവ് വരുമ്പോഴാണ് ഉപരാഷ്ട്രപതി ആ ചുമതല വഹിക്കുന്നത്, ഏതൊക്കെ രീതിയിൽ ഒഴിവ് വരാം, അതെവിടെയാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് പരിശോധിക്കാം. ആർട്ടിക്കിൾ 65 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ്സ് ദാറ്റ് ദ വൈസ് പ്രസിഡന്റ് ഷാൾ ആക്ട് ആസ് പ്രസിഡന്റ് ഈവൻ ഓഫ് ദ ഡെത്ത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആർട്ടിക്കിൾ 65 പറയുന്നതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതായത് രാഷ്ട്രപതിയുടെ മരണം, ഡെത്ത്, റെസിഗ്നേഷൻ, രാജി, റിമൂവൽ, നീക്കം ചെയ്യൽ, ഓർ അതർവൈസ് മറ്റേതെങ്കിലും കാരണങ്ങൾ, അല്ലെങ്കിൽ ഇലക്ഷൻ ഓയിഡായിട്ട് പ്രഖ്യാപിക്കുകയാണെങ്കിൽ അതാണ് ഓർ അതർവൈസ് മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഒരു വേക്കൻസി ഉണ്ടായി കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 65 പ്രകാരം വൈസ് പ്രസിഡന്റ് ഷാൾ ആക്ട് ആസ് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് പ്രസിഡൻ്റായിട്ട് ആക്ട് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അങ്ങനെ ആക്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു ഒഴിവ് വന്നു, ആ ഒഴിവ് പ്രകാരമാണ് ആക്ട് ചെയ്യുന്നത്. എന്നാൽ ആ വന്ന ഒഴിവ് എത്ര കാലത്തിനുള്ളിൽ നികത്തണമെന്നുള്ളതാണ് നമ്മൾ അടുത്തറിഞ്ഞിരിക്കേണ്ടത്. അത് പറഞ്ഞിരിക്കുന്നത് ആർട്ടിക്കിൾ 62(2). ആർട്ടിക്കിൾ 62 ക്ലോസ് 2 പറയുന്നത് എന്ത്? സ്റ്റേറ്റ് ദാറ്റ് ആൻ എലക്ഷൻ ടു ഫിൽ സച്ച് എ വേക്കൻസി മസ്റ്റ് ബി ഹെൽഡ് ആസ് സൂൺ ആസ് പോസിബിൾ ആൻഡ് ഇൻ നോ കേസ് ലേറ്റർ ദാൻ 6 months ഫ്രം ദ ഡേറ്റ് ഓഫ് ഒക്കറൻസ് ഓഫ് ദ വേക്കൻസി. ആ ഒരു ഒഴിവ് വന്ന ദിവസം മുതൽ 6 മാസത്തിൽ കവിയുന്നതിന് മുന്നേ തന്നെ, ഒരു കാരണവശാലും 6 മാസത്തിന് കവിയാൻ പാടില്ല. വേക്കൻസി വന്ന് 6 മാസത്തിനുള്ളിൽ തന്നെ ആ വേക്കൻസി ഫില്ല് ചെയ്യണമെന്നുള്ളത് ആർട്ടിക്കിൾ 62(2) പറയുന്നുണ്ട്, 62(2) പറയുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം ആർട്ടിക്കിൾ 65 പ്രകാരം ഉപരാഷ്ട്രപതിക്ക് രാഷ്ട്രപതിയായിട്ട് ആക്ട് ചെയ്യാൻ കഴിയുമെങ്കിലും ആ ഒഴിവ് ഏതൊഴിവിൽ മേലാണോ ആക്ട് ചെയ്യുന്നത് ആ ഒഴിവ് 6 മാസത്തിനുള്ളിൽ തന്നെ നികത്തണമെന്ന് നിർബന്ധമായി ആർട്ടിക്കിൾ 62(2) പറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരവെന്ന് പറയുന്നത് എത്ര നാൾ വരെ ഇരിക്കാം. വളരെ മനോഹരമായൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിലേക്ക് തിരിച്ച് നമ്മൾ വരികയാണെങ്കിൽ എത്ര നാൾ ഇരിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താം. ഫോർ എ മാക്സിമം പീരീഡ് ഓഫ് 6 months, അതിനുള്ളിൽ ആ വേക്കൻസി അടുത്ത ഇലക്ഷൻ നടത്തി ഫില്ല് ചെയ്തിരിക്കണം. അപ്പോൾ ആൻസർ എ. ഓക്കെ. Therefore, the Vice President can discharge the duties of the President only until a new President is elected, which cannot exceed 6 months. അപ്പോൾ ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട ഭരണഘടനയിലെ വ്യവസ്ഥകളെന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 65 പ്രകാരം വൈസ് പ്രസിഡൻ്റ് ആക്ട് ചെയ്യുന്നത്, പ്രസിഡൻ്റായിട്ട് ആക്ട് ചെയ്യുന്നത്, 62(2) പ്രകാരം ആ എലക്ഷൻ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് എത്ര നാൾക്കുള്ളിൽ ആ എലക്ഷൻ നടത്തിയ വേക്കൻസി ഫില്ല് ചെയ്യണം എന്ന് പറയുന്നത് 62(2). അപ്പോൾ ഈ ആർട്ടിക്കിൾസൊക്കെ വളരെ കൃത്യമായി വായിച്ച് പഠിച്ചാൽ മാത്രമേ നമുക്കിത് കൃത്യമായി ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയുള്ളൂ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. 10ാമത്തെ ചോദ്യം. ഹൂ എമോങ് ദ ഫോളോയിങ് ഈസ് റിട്ടേണിംഗ് ഓഫീസർ ഫോർ ദ എലക്ഷൻ ഓഫ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ? ഇന്ത്യൻ രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആരെയാണ് റിട്ടേണിംഗ് ഓഫീസറായിട്ട് നിയോഗിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്കിതിൽ ഓപ്ഷനുണ്ട്. സെക്രട്ടറി ജനറൽ ഓഫ് ലോക്സഭ, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ആരായിരിക്കും രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിലെ റിട്ടേണിംഗ് ഓഫീസർ എന്നുള്ളത് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അപ്പോൾ നമുക്ക് രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഭരണഘടനയിലെ അനുച്ഛേദങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ആർട്ടിക്കിൾ 54 ഇലക്ട്രൽ കോളേജ് ആരൊക്കെയാണ് രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നു. 55 മാനർ ഓഫ് ഇലക്ഷൻ ഓഫ് പ്രസിഡൻറ്റ്, രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പിൻ്റെ രീതി, മാനർ, ഏത് രീതിയിലാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളത് വ്യക്തമാക്കുന്നു. നമ്മൾ ഈ 2 ആർട്ടിക്കിൾ പരിശോധിച്ചാലും നിങ്ങൾക്ക് ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട റിട്ടേണിംഗ് ഓഫീസർ, വരണാധികാരി മലയാളത്തിൽ ആരാണെന്ന് നിങ്ങൾക്ക് ഭരണഘടനയിൽ കാണാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾ പരിശോധിച്ച് നോക്കുക. അങ്ങനെ ഒരു വ്യവസ്ഥ ഭരണഘടനയിൽ ഉണ്ടോ ഇല്ല എന്നുള്ളത്. ഇല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. 54 55 ഒന്നും പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു വ്യവസ്ഥ കാണാൻ കഴിയില്ല. അപ്പോൾ പിന്നെ ഇത് എവിടെ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. പ്രസിഡൻറ്റ് ആൻഡ് വൈസ് പ്രസിഡൻറ്റ് ഇലക്ഷൻ ആക്ട് 1952, 1952 പ്രസിഡൻറ്റ് ആൻഡ് വൈസ് പ്രസിഡൻറ്റ് ഇലക്ഷൻ ആക്ട് രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉള്ള ക്രമീകരണങ്ങൾ നടത്തുവാനായിട്ട് പാർലമെൻറ്റിനെ അധികാരപ്പെടുത്തിയിട്ടുണ്ട് ഭരണഘടന. അതിന് പ്രകാരം പാർലമെൻറ്റ് ഒരു ആക്ട് പാസ്സാക്കുകയുണ്ടായി. ആ ആക്റ്റാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്.
അപ്പോൾ ഭരണഘടന ഇങ്ങനൊരു അധികാരം പാർലമെൻറ്റ് നൽകിയിരിക്കുന്നത് ഏത് ആർട്ടിക്കിൾ മുഖാന്തരമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ആർട്ടിക്കിൾ 71(3) 71 അനുച്ഛേദം 71 ക്ലോസ് 3 71 ക്ലോസ് 3 71(3) കൃത്യമായി പറയുന്നുണ്ട്, രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു ക്രമീകരണം, നിയമം വഴി ക്രമീകരണങ്ങൾ നടത്തുവാനുള്ള അധികാരം പാർലമെൻറ്റ് നൽകിയിരിക്കുകയാണ് 71(3) പ്രകാരം. അപ്പോൾ ഈ ക്ലാസ് കാണുന്ന, ഈ ഒരു വീഡിയോ കാണുന്ന ഉദ്യോഗാർത്ഥികൾ ആർട്ടിക്കിൾ 71 മറ്റ് ക്ലോസുകളുണ്ട്. 71 1 ഉണ്ട്, 2 ഉണ്ട്, 4 ഉണ്ട്. ഈ 71 എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ വളരെ കൃത്യമായി വായിച്ചു നോക്കുക. കാരണം ഇതുമായി ബന്ധപ്പെട്ട മറ്റ് പ്രൊവിഷൻസ്, ഈ ആർട്ടിക്കിളിലെ മറ്റ് പ്രൊവിഷൻസ് പല പരീക്ഷകൾക്കും ചോദ്യമായി വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ആർട്ടിക്കിളാണ് 71. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇത്തരത്തിലൊരു ആക്ട് പാസ്സാക്കുകയും ആ ആക്ടിൻ്റെ പിൻബലത്തിൽ പിന്നീട് റൂൾസ് ഫ്രെയിം ചെയ്തിട്ടുണ്ട്. 1974 റൂൾസും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ആക്ട് 1952 ഞാൻ ഈ പറഞ്ഞ 71(3) ആർട്ടിക്കിൾ 71(3) പ്രകാരം പാർലമെൻറ്റ് പാസ്സാക്കിയിരിക്കുന്ന ആക്ടിൻ്റെ സെക്ഷൻ 3 പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, റിട്ടേണിംഗ് ഓഫീസർ എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഇൻ കൺസൾട്ടേഷൻ വിത്ത് സെൻട്രൽ ഗവൺമെൻറ്, കേന്ദ്ര സർക്കാരുമായി കൂടിയാലോചിച്ച് അല്ലെങ്കിൽ ആലോചിച്ച് ഒരു ഉദ്യോഗസ്ഥനെ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് റിട്ടേണിംഗ് ഓഫീസറായിട്ട് നിയോഗിക്കണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ആരാണെന്ന് അവിടെയും പറയുന്നില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ ക്ലാസ് കാണുന്ന ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യുക, ഈ ആക്റ്റും കൂടി നമുക്കൊന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കുക. 1952 ഈ പ്രസിഡൻറ്റ് ആൻഡ് വൈസ് പ്രസിഡൻറ്റ് ഇലക്ഷൻ ആക്ട് 1952 ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് indiacode.gov.in എന്ന് പറയുന്ന സൈറ്റിൽ ലഭ്യമാണ്. ആ സെക്ഷൻ 3 ഒന്ന് പരിശോധിച്ച് നോക്കുക. അവിടെയും ആരെയാണ് നിയോഗിക്കേണ്ടതെന്ന് പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു കൺവെൻഷനാണ്. ഇത് കാലാകാലമായിട്ട് ഒരു നടത്തിപ്പ് ഇങ്ങനെയാണ്. അങ്ങനെ കൺവെൻഷൻ്റെ ഭാഗമായി രാജ്യസഭയിലെയും ലോക്സഭയിലെയും സെക്രട്ടറി ജനറൽമാരെ ടേൺ വൈസ്, ഒരു ടേൺ ലോക്സഭാ സെക്രട്ടറി ജനറൽ ആണെങ്കിൽ അടുത്ത ടേണിൽ രാജ്യസഭാ സെക്രട്ടറി ജനറലാണ്. അങ്ങനെ മാറി മാറിയാണ് നിയോഗിക്കുന്നത്. അതൊരു കൺവെൻഷനാണ്. അപ്പോൾ ഇതിൻ്റെ റൂട്ട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എത്തരത്തിലാണ് ഭരണഘടന അതിന് അധികാരം നൽകിയിരിക്കുന്നത്, ആർക്ക് നൽകിയിരിക്കുന്നത്, പാർലമെൻറ്റിന്. ഏത് വഴി? 71(3) പ്രകാരം. അത് പ്രകാരം പാർലമെൻറ്റ് ഏത് ആക്ട് പാസ്സാക്കി, ആ ആക്ടിൻ്റെ സെക്ഷൻ 3 എന്ത് പറയുന്നു, അത് പ്രകാരം ആരെങ്കിലും പ്രത്യേക ഒരു ഉദ്യോഗസ്ഥനെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പക്ഷേ ഒരു കൺവെൻഷൻ എന്നുള്ള രീതിയിൽ മാറി മാറി സെക്രട്ടറി ജനറൽമാരെ, ലോക്സഭയുടെയും രാജ്യസഭയുടെയും സെക്രട്ടറി ജനറൽമാരെ നിയോഗിക്കുന്നു. ഇതാണ് ഈ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിലെ റിട്ടേണിംഗ് ഓഫീസർമാരുടെ കാര്യം. ഓക്കെ, ഇപ്പോൾ നമ്മൾ വന്ന് ഈ ഓപ്ഷൻസ് ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾ, അതിൽ നമ്മുടെ ഭാഗ്യവശാൽ രാജ്യസഭയുടെ സെക്രട്ടറി ജനറൽ ഓപ്ഷനിലില്ല. അതുകൊണ്ട് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ആകെ ഒരു കൺഫ്യൂഷനായി പോയേനെ. നമ്മുടെ ഭാഗ്യത്തിന് ഓപ്ഷൻസ് നമ്മൾ സഹായിക്കുന്നത് പോലെയാണല്ലേ. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആണോ റിട്ടേണിംഗ് ഓഫീസർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്നുള്ളത് നമുക്കറിയാം. ചീഫ് ജസ്റ്റിസ് ഇന്ത്യ റിട്ടേണിംഗ് ഓഫീസർ ആവോ ഇല്ല എന്നുള്ളൊരു ധാരണ നമുക്കൊരു സാമാന്യ ബോധം നമുക്കുണ്ട്. പ്രൈം മിനിസ്റ്റർ എന്തായാലും ആകില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു ഗസ് വർക്ക് നടത്താൻ പറ്റുന്ന ഒരു ഓപ്ഷൻസും കൂടെ ആണ്. അതുകൊണ്ട് നമുക്ക് സെക്രട്ടറി ജനറൽ ഓഫ് ലോക്സഭയിലേക്ക് വരാം. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻസ് പരിശോധിച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഇൻ ഇന്ത്യ ദ റിട്ടേണിംഗ് ഓഫീസർ ഓഫ് ദ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ഈസ് അപ്പോയിൻറ്റഡ് ബൈ ദ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞ ആ പ്രസ്തുത ആക്ടിൻ്റെ സെക്ഷൻ 3 പ്രകാരം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ് നിയോഗിക്കുന്നത്. ഫോളോയിങ് ദ കൺവെൻഷൻ ഓഫ് റൊട്ടേഷൻ അല്ലേ, ആരെയാണ് എന്നുള്ളത് കൺവെൻഷനാണ്. അത് റൊട്ടേഷൻ ബിറ്റ്വീൻ ദ 2 ഹൗസ് ഓഫ് പാർലമെൻറ്റ്, ദ സെക്രട്ടറി ജനറൽ ഓഫ് ദ ലോക്സഭ ആൻഡ് ദി സെക്രട്ടറി ജനറൽ ഓഫ് രാജ്യസഭ. ആൾട്ടർനേറ്റീവ്ലി ആയിട്ട് മാറി മാറി അവരെ അപ്പോയിൻറ്റ് ചെയ്യും. നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2 പ്രസിഡൻഷ്യൽ ഇലക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ 2017 സെക്രട്ടറി ജനറൽ ഓഫ് ലോക്സഭ, 2022 സെക്രട്ടറി ജനറൽ ഓഫ് രാജ്യസഭ. അപ്പോൾ ഇനി നമുക്ക് 2027 പ്രസിഡൻഷ്യൽ ഇലക്ഷൻ വരുമ്പോൾ ഒരു പക്ഷേ ഈ ഒരു കൺവെൻഷൻ ഫോളോ ചെയ്ത് വീണ്ടും സെക്രട്ടറി ജനറൽ ഓഫ് ലോക്സഭ റിട്ടേണിംഗ് ഓഫീസർ ആകാം. ഓക്കെ,
അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾസൊക്കെ വളരെ കൃത്യമായി പഠിച്ചു വയ്ക്കുക, ഇതിൻ്റെയൊക്കെ ഒരു റൂട്ട് കൃത്യമായി മനസ്സിലാക്കി വയ്ക്കുക. ഇത്തരത്തിലുള്ള മനോഹരമായ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന് മുന്നിൽ പെട്ടുപോകരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു എപ്പിസോഡ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.